ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രി ഇൻ വൈ പാരാമീറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ സെറ്റ് പാരാമീറ്റേഴ്സ് നേരത്തെ നമ്മൾ കണ്ടു, അതിൻ്റെ സിമിലർ തന്നെയാണ്, അതുപോലെ തന്നെയാണ് വൈ പാരാമീറ്റേഴ്സും വരുന്നത്. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ, ഓൾമോസ്റ്റ് സെയിം കണ്ടീഷൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ആദ്യം നോക്കാം വൈ പാരാമീറ്റേഴ്സിൽ. അപ്പോൾ വൈ പാരാമീറ്റേഴ്സിൻ്റെ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് -I2 = y21 × v1. ഇതിൽ നിന്ന് y21 എന്ത് വരും? -I2/v1. ഇവിടെ ഒരു എന്താണ് നെഗറ്റീവ് സൈൻ നോക്കാം നമുക്ക്. കാരണം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ഇടും. V2 എന്താക്കിയിട്ടുണ്ട്? ഗിവൺ V2 = 0 എന്നാണ്. അപ്പോൾ ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ ആ കറൻറ്റിൻ്റെ ഡയറക്ഷൻ എന്താകും? നമ്മൾ സെറ്റ് പാരാമീറ്ററിൽ കണ്ട പോലെ നെഗറ്റീവ് ആവും. അതുകൊണ്ടാണ് ഇവിടെ -I2 എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. y2 = y21 v1, അതിൽ നിന്ന് y21 കിട്ടി. സോ അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഇൻപുട്ട് പോർട്ടിനെ ഷോർട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് റെസിപ്രോസിറ്റി ആകുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇൻ്റർചേഞ്ച് ചെയ്യും, നമ്മൾ സോഴ്സും ഡെസ്റ്റിനേഷനും ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇരിക്കുന്ന സോഴ്സ് V1 ആണ്, പിന്നെ നമ്മളത് എങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും? ഔട്ട്പുട്ട് പോർട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ ഞാനത് V2 എന്നുള്ള വോൾട്ടേജ് ആയിട്ട് കിട്ടും. അന്നേരം നമ്മൾ ഇൻപുട്ട് പോർട്ടിനെ ഷോർട്ട് ചെയ്യുമ്പോൾ കറൻറ്റിൻ്റെ വാല്യൂ -I1 ആവും. -I1 = y12 v2 ഗിവൺ V1 = 0. ഇതിൽ നിന്ന് y12 = -I1/v2 എന്ന് കിട്ടി. നമുക്ക് രണ്ട് കണ്ടീഷൻസ് കിട്ടിയിട്ടുണ്ട്, y21 y12 രണ്ട് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യാം. ഇനി ഒരു സർക്യൂട്ട് റെസിപ്രോക്കൽ ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ആദ്യം സോഴ്സ് ഇരുന്നിട്ട് റെസ്പോൺസ്, അതായത് ഔട്ട്പുട്ട് കണ്ടുപിടിച്ചപ്പോൾ ആ കിട്ടിയ കറൻറ്റും, സെക്കൻഡ് കേസിൽ ഇൻ്റർചേഞ്ച് ചെയ്തു, സോഴ്സും ഡെസ്റ്റിനേഷൻ പോയിൻറ്റും ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം ആദ്യത്തെ സോഴ്സ് എവിടെയാണ് ഇരുന്നിരുന്നത്, അതായത് ഇൻപുട്ട് പോർട്ടിലായിരുന്നു ആദ്യത്തെ സോഴ്സ് ഇരുന്നിരുന്നത് V1, ആ സോഴ്സിൻ്റെ അവിടെ നിന്ന് വരുന്ന കറൻറ്റ്, അല്ലെങ്കിൽ ആ സോഴ്സ് ഇരുന്ന പാത്തിലെ കറൻറ്റായ I1 എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ രണ്ട് കറൻസും സെയിം ആവണം. അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയാറ്? റെസിപ്രോക്കലാന്ന് പറയാം. സോ ഇഫ് V1 = V2 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കുക, V1ഉം V2ഉം സെയിം V ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ I2ഉം I1ഉം സിമിലർ ആവണമെങ്കിൽ y21 = എന്തെന്ന് വരണം? y12. സോ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് ഇൻ y പാരാമീറ്റർ. അപ്പോൾ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ഈസ് ഗിവൺ ബൈ y12 = y21. അതായത് I1ഉം I2ഉം സെയിം ആവണം. ഓൾറെഡി V1ഉം V2ഉം ഞാൻ സെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു വോൾട്ടേജ് V. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വോൾട്ടേജസും സെയിം ആണെന്നുണ്ടെങ്കിൽ I1ഉം I2ഉം സെയിം ആവണമെങ്കിൽ പിന്നെ ആര് തമ്മിലാണ് സിമിലർ ആവേണ്ടത്? y21 = y12. അതാണ് കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ഇൻ y പാരാമീറ്റേഴ്സ്. ഇനി ഇതേപോലെ നമുക്ക് ആരുണ്ട്? സിമെട്രി ഉണ്ട്. അപ്പോൾ കണ്ടീഷൻ ഫോർ സിമെട്രി നോക്കാം. കണ്ടീഷൻ ഫോർ സിമെട്രി ഇൻ y പാരാമീറ്റേഴ്സ്. അപ്പോൾ സിമെട്രിക്കൽ ആവുന്ന ഒരു സർക്യൂട്ട് എപ്പോഴാണെന്ന് പറഞ്ഞു? A circuit is said to be symmetrical if the input and output ports can be interchanged without altering the voltages and currents. അതായത് കറൻറ്റും വോൾട്ടേജും നമുക്ക് ചേഞ്ച് ചെയ്യാതെ, ഓൾട്ടർ ചെയ്യാതെ, അതായത് V1ഉം V2 ഒന്നും ഓൾട്ടർ ചെയ്യാതെ തന്നെ ഇൻപുട്ട് പോർട്ടിനെ അതേപോലെ തന്നെ ഔട്ട്പുട്ട് പോർട്ടിലേക്ക് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റണം. ഇൻപുട്ട് പോർട്ട് ഔട്ട് പോർട്ടുകൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റണം. എന്നാൽ വോൾട്ടേജും കറണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഓൾട്ടർ ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിമെട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറയുക. അപ്പോൾ കണ്ടീഷൻ ഫോർ സിമെട്രി എന്ന് പറയുന്നത് സെറ്റ് പാരാമീറ്ററിൻ്റെ അതേ കേസ് തന്നെയാണ് ഇവിടെയും വരിക. y11 = y22. അവിടെ നമ്മൾ എന്തിൻ്റെ ബേസിലെടുത്തിട്ടുണ്ടായിരുന്ന വോൾട്ടേജ് V = Z11 I1 അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ അതിന് പകരം നമ്മൾ എന്തെന്ന് എടുക്കുക? രണ്ട് സ്ഥലത്തും കറൻസ് ആണ് എടുക്കുന്നത്, അല്ല കറൻറ്റ് കൊടുത്തിട്ടുള്ള കേസ് എടുക്കുന്നത്. അപ്പോൾ I = y11 × V1 അങ്ങനെ ഒരു കണ്ടീഷനിൽ വരും. സോ ആ ബേസിൽ എഴുതുമ്പോൾ y11 = y22 എന്ന് കിട്ടും. ഇതാണ് കണ്ടീഷൻ ഫോർ സിമെട്രി ഇൻ y പാരാമീറ്റേഴ്സ്. അപ്പോൾ സെക്കൻഡ് പാരാമീറ്ററായ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് ഓർ y പാരാമീറ്റേഴ്സിൻ്റെ ബോത്ത് കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രി നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് രണ്ട് കണ്ടീഷൻസ് എപ്പോഴും ഓർത്ത് വയ്ക്കും. ഇതേപോലെ നമുക്ക് ബാക്കി പാരാമീറ്റേഴ്സിൻ്റെയും കൂടെ നോക്കാം.